ലോകം ഇന്ന് ഏറ്റവും ഭീതിയോടെ നോക്കി നിൽക്കുന്ന ഒരു പ്രദേശം പശ്ചിമേഷ്യയാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞെന്നും ഇനി ആയുധങ്ങൾ മാത്രമാകും സംസാരിക്കുകയെന്നും പ്രഖ്യാപിച്ചിരുന്ന തരത്തിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ പുതിയ മുന്നറിയിപ്പുകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയും കൊല്ലുകയും ചെയ്യുമെന്ന IRGCയുടെ പ്രഖ്യാപനം കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് ശത്രുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കൃത്യമായ സൈനിക ലക്ഷ്യമാണ്. ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച ആക്രമണ പരമ്പരകളുടെ തുടർച്ചയായാണ് ഈ കടുത്ത നിലപാടിലേക്ക് ഇറാൻ എത്തിയത്. ഇസ്രയേലിന്റെ വ്യോമ ആക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക താവളങ്ങളും സാധാരണക്കാരും ലക്ഷ്യം വെക്കപ്പെട്ടതോടെ ഇറാൻ തിരിച്ചടിക്കാൻ ഉറപ്പിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇറാന്റെ ആത്മവീര്യത്തിനേറ്റ ഏറ്റവും വലിയ മുറിവായി ഇത് മാറി. ഇതിനു പുറമെ മാർച്ച് 4-ന് ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാനിയൻ നാവികസേനയുടെ ദേന ഡിസ്ട്രോയർ തകർക്കപ്പെട്ടതും അതിലുണ്ടായ 84 സൈനികർ കൊല്ലപ്പെട്ടതും ഇറാന്റെ പക ഇരട്ടിപ്പിച്ചു. തങ്ങളുടെ സൈനികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ പിന്മാറില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇറാൻ നേതൃത്വം. ഇസ്രയേലിന്റെ ഓരോ സൈനിക നീക്കത്തിനും 10 ഇരട്ടി വേഗത്തിലും ശക്തിയിലും തിരിച്ചടി നൽകാനാണ് IRGC പദ്ധതിയിടുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സൈനിക കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഇതിനോടകം തന്നെ 53 ഘട്ടങ്ങൾ പിന്നിട്ട ഈ സൈനിക നീക്കം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പാകത്തിലുള്ളതാണ്. മാർച്ച് 15-ന് നടന്ന ആക്രമണം ഇതിന്റെ തീവ്രത ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ദൗത്യത്തിൽ ഇറാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഫത്താ ഖാദർ എന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ഇറാന് കഴിഞ്ഞു. നിശബ്ദമായി വന്ന് ലക്ഷ്യസ്ഥാനം തകർക്കുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ ഇസ്രയേലിന്റെ കമാൻഡ് സെന്ററുകൾ ലക്ഷ്യമാക്കി കുതിച്ചു. UAE-ലെ അൽ-ദഫ്ര വ്യോമതാവളം പോലുള്ള അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ചതിലൂടെ ഇസ്രയേലിന് പിന്തുണ നൽകുന്ന ശക്തികൾക്കും ഇറാൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് വധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനുള്ള മറുപടിയായാണ്. നെതന്യാഹുവിനെ പിടികൂടുമെന്ന് പറയുന്നതിലൂടെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം തകർക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ശത്രുവിനെ പിന്തുടർന്ന് വേട്ടയാടുമെന്ന പ്രഖ്യാപനം ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കാൻ സഹായിക്കുമെന്ന് IRGC കരുതുന്നു. ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ പിന്മാറില്ലെന്ന നിലപാട് ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള ക്ഷണക്കത്തായാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് മധ്യപൂർവ്വ ദേശത്തെ ആധിപത്യം ഉറപ്പിക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഫെബ്രുവരി 28 മുതൽ തുടരുന്ന ആക്രമണങ്ങളിൽ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നത് ലോകത്തെ വേദനിപ്പിക്കുന്നു. ഇറാന്റെ പ്രസ്താവനകളിൽ ഈ സാധാരണക്കാരുടെ ദുരിതം ഒരു പ്രധാന വിഷയമാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനതയ്ക്ക് വേണ്ടി തങ്ങൾ പോരാടുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഓരോ ആക്രമണവും പ്രത്യാക്രമണവും ഈ മേഖലയിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ നരകതുല്യമാക്കുകയാണ് ചെയ്യുന്നത്. മധ്യപൂർവേഷ്യയിലെ പട്ടിണിയും പലായനവും വർദ്ധിക്കാൻ ഈ സംഘർഷം കാരണമാകുന്നു. വീടുകളും ആശുപത്രികളും തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് പോലും സഹായം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ പോരാട്ടം ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും നേരിട്ട് ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പാതകളിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടാൻ സാധ്യതയുമുണ്ട്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിന് പിന്തുണയുമായി എത്തുമ്പോൾ റഷ്യയും ചൈനയും ഇറാന്റെ നിലപാടുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. അമേരിക്കൻ സേന നിലയുറപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം US-നെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സെപ്പ ന്യൂസ് വഴി പുറത്തിറക്കിയ ഓരോ പ്രസ്താവനയും ഇസ്രയേലിന് നേരെയുള്ള വെടിയുണ്ടകളാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന ഈ പോരാട്ടം നെതന്യാഹുവിനും ഇസ്രയേലിനും ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത്. ഇറാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കിയിരിക്കുമെന്ന ഉറച്ച ബോധ്യം ഇപ്പോൾ ശത്രു രാജ്യങ്ങൾക്കുമുണ്ട്. മധ്യപൂർവേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ഈ പോരാട്ടം തുടരുകയാണ്. ഇറാന്റെ അടുത്ത പ്രഹരം എവിടെയായിരിക്കും എന്നതിലേക്ക് ലോകം ശ്വാസമടക്കി നോക്കി നിൽക്കുന്നു. കാരണം ഈ പകയുടെ കനലുകൾ അത്ര വേഗത്തിൽ അണയുന്നതല്ല. ഇതൊരു വൻ യുദ്ധത്തിന്റെ തുടക്കമാണോ അതോ ലോക സമാധാനത്തിന്റെ വഴി തേടുമോ എന്നത് വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ തീരുമാനിക്കും. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ലോക സമാധാനം നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഐക്യരാഷ്ട്രസഭ അതീവ ജാഗ്രതയിലാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഇവയാണ്. IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത പ്രസ്താവനകളെയും ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെയും UN സെക്രട്ടറി ജനറൽ ശക്തമായി അപലപിച്ചു. ഒരു വൻ യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്നും ഇരുവിഭാഗം സംയമനം പാലിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ തലവനെ പരസ്യമായി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നയതന്ത്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് UN വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 28 മുതൽ തുടരുന്ന ആക്രമണങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളും കുട്ടികളും കൊല്ലപ്പെടുന്നതിൽ UN മനുഷ്യാവകാശ കൗൺസിൽ ആഴത്തിലുള്ള ആശങ്കയും രേഖപ്പെടുത്തി. ജനവാസ മേഖലകളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉടൻ നിർത്തണം
തുറക്കണമെന്നും ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ മാനുഷിക ഇടനാഴികൾ തുറക്കണമെന്നും UN ആവശ്യപ്പെടുന്നു. ഈ സംഘർഷം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നത് തടയാൻ രക്ഷാസമിതി അടിയന്തര യോഗങ്ങൾ ചേരുകയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന പാതകൾ യുദ്ധം മൂലം തടസ്സപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക രംഗത്തെ തകർക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും ഈ യുദ്ധസമാനമായ സാഹചര്യം തണുപ്പിക്കാനാണ് ഐക്യരാഷ്ട്രസഭ ശ്രമിക്കുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.